ആ ബാങ്ക് വിളിച്ചു. കുടിച്ചോ. കഴിക്കാൻ വേണ്ടേ? നമ്മുടെ ഒരു ദിവസത്തെ നോമ്പുതുറ വ്ളോഗ് ഒന്ന് കണ്ടാലോ? അപ്പോൾ അതാ ഉച്ച തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞു മോൾ ഇവിടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ടേ. അവൾക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ ബിരിയാണി ആവി കയറ്റി കൊടുത്തു. അങ്ങനെ അവളുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടമ്മമാരും കൂടെ നിന്ന് ചക്ക ഒരുക്കുകയാണ് കേട്ടോ. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വേവിക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുന്നതാണേ. അപ്പം ഞാനിതാ അകത്ത് നല്ല ഉന്നക്കായ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കറണ്ടില്ല കേട്ടോ. രാവിലെ 9 മണിയായപ്പോൾ പോയതാണ്. ഇനിയിപ്പം സന്ധ്യ ആകാറാകും വരുമ്പോഴത്തേക്കിനും. വലിയ കഷ്ടമായിപ്പോയി. അങ്ങനെ ഇതാ നല്ല ചൂടും. പിന്നെ ഇതാ വെളിയിൽ നിന്നിട്ട് അവർ ചക്കയൊക്കെ ഒരുക്കിയെടുത്ത് പിന്നെ ചക്ക അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ചോറിന് ഇട്ടിട്ടുണ്ടായിരുന്നേ, അരി ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പയിലേക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഷെയ്ക്ക് നടിക്കാനായിട്ട് നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് അവിലും കടലയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉന്നക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാറാകുമ്പോൾ പൊരിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ ഇക്ക വന്നപ്പോഴത്തേക്കിനും ഇതാ നമുക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മീനൊക്കെ ഇരുന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ ഉമ്മച്ചി ഇതാ ചക്കയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം മീൻകറിയും ഒരു സൈഡിൽ റെഡിയാകുന്നുണ്ട് കേട്ടോ. നല്ല കൂരിവാളയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ആറ്റുമീനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. അങ്ങനെ അതും റെഡിയാക്കി വെച്ചു. ചക്ക കുഴച്ചതും റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഉന്നക്കായ ഒന്ന് പൊരിച്ചെടുക്കാം. സന്ധ്യയായി കേട്ടോ. കറണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു 5:45 ആയപ്പോഴാണ് കറണ്ട് വന്നത്. അങ്ങനെ ഇതാ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഉന്നക്കായൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ അങ്ങ് പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഉന്നക്കായായിരുന്നേ. ഫുൾ റെസിപ്പിയൊക്കെ എടുക്കണമെന്ന് ഓർത്തു, പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും വെട്ടമില്ലല്ലോ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇനിയിപ്പോൾ അവിൽ മിൽക്കിനുള്ള നല്ല കട്ടപ്പാൽ ഉടച്ച് പഴവും പഞ്ചസാരയും കൂടെ ഉടച്ചെടുത്തതിലേക്ക് ഇട്ട് കൊടുത്തു. കടലയും അവലും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേ. അപ്പോഴാണ് ഓർത്തത് ബൂസ്റ്റും ഹോർലിക്സ് ഒന്നും ഇട്ടില്ലെന്ന്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുത്തപ്പം അവിൽ മിൽക്ക് റെഡിയായി. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇവിടെ മേശപ്പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉന്നക്കായും തണ്ണിമത്തിനും പഴവും പിന്നെ നമ്മുടെ ഈത്തപ്പഴവും നാരങ്ങാ വെള്ളവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ബാങ്ക് വിളിച്ചപ്പോൾ ഇരുന്ന് നോമ്പ് തുറക്കാണ് കേട്ടോ. മോളാണെങ്കിൽ ഇന്ന് മൊത്തം നോമ്പ് പിടിച്ച പോലെയാണ്. ബാങ്ക് വിളിച്ചപ്പോൾ അവൾ ചോദിക്കുകയാണ്, ബാങ്ക് വിളിച്ചു എന്ന് ഉമ്മച്ചി പറഞ്ഞപ്പം അവൾ ചോദിക്കുകയാണേ, ബാങ്ക് വിളിച്ചോ ഉമ്മീ, ബാങ്ക് വിളിച്ചോ ഉമ്മീന്ന്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നത്തെ നോമ്പും റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചക്ക കുഴച്ചതും മീൻകറിയും കൂടെ കഴിക്കുന്നത്. ശരിക്കും കൊതിയായി കേട്ടോ ചക്ക കുഴച്ച കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ കഴിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.